അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈസി പീസി ചിക്കൻ കറി ആയിട്ടാണ്. അപ്പോൾ അരിഞ്ഞ് വെച്ച സവോള, പച്ചമുളക് എല്ലാം ഇട്ടൊന്ന് വഴറ്റാണ്. ഇഞ്ചിയും പച്ചമുളകും നമുക്ക് അരിഞ്ഞ് ചേർക്കാം, ചതച്ച് ചേർക്കാം, പല രീതിയിൽ ചേർക്കാം. ഞാൻ എന്തായാലും ഏറ്റവും എളുപ്പപ്പണിയായ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഇട്ട് മൊരിഞ്ഞ് ഞാൻ സവോള നന്നായി മൊരിഞ്ഞ് ഇത്തിരി ഒരു വറവ് പരിവാകുമ്പോഴാണ് പൊടികൾ ചേർക്കാറുള്ളത്. അപ്പോൾ നമ്മളിതേ പൊടികൾ ചേർത്ത്, അപ്പോൾ പൊടി ചേർക്കണേക്കാളും മുന്നേ സവോളയൊക്കെ എല്ലാം ഒരു സൈഡിലോട്ട് മാറ്റി നടുക്കിലൊരു ചെറിയൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടി, പിന്നെ നമ്മൾ ചിക്കൻ മസാലയാണ് ചേർത്തിട്ടുള്ളത്. ചേർത്ത പൊടികളൊന്ന് ചൂടായി കഴിഞ്ഞിട്ടാണ് നമ്മൾ സബോളയായിട്ട് മിക്സ് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ അത് അങ്ങനെ മിക്സ് ചെയ്തു. അപ്പോൾ നമ്മൾ പൊടികളൊക്കെ ചൂടാക്കി വേറെ ചട്ടിയിലിട്ട് ചൂടാക്കി ഇതിലോട്ട് ചേർക്കുന്ന ചിലത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായല്ലോ. നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ കുക്കിംഗ് എങ്ങനെ ചെയ്യാമെന്നാണല്ലോ ആലോചിക്കുന്നത്. ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ട് ലെഗ് പീസുകൾ സെപ്പറേറ്റ് മുറിച്ച് മേടിച്ച് മസാലയ്ക്ക് പുരട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. അതവിടെ ഇരിക്കട്ടെ, അത് നമുക്ക് നാളെ വറുക്കുന്നുള്ളൂ. അപ്പോൾ നന്നായി പിടിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അതിനുശേഷം നമ്മുടെ പൊടികളൊക്കെ എണ്ണ തെളിഞ്ഞ് വന്നു. അപ്പോൾ എണ്ണ തെളിഞ്ഞ് വന്നപ്പോഴും കുറച്ചും കൂടി ഫ്രഷ് ആയിട്ടുള്ള വേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുത്തു. അതിനുശേഷം അതൊക്കെ ഒന്ന് വാടിയതിന് ശേഷം നമ്മുടെ സ്വന്തം തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റുക. അപ്പോൾ ഈ തക്കാളിയിൽ നിന്ന് ചെറുതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി ആ മസാലയൊക്കെ ഒന്ന് മിക്സായി അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഈ തക്കാളി ചേർത്ത് അങ്ങനെ വഴറ്റുന്നത്. അപ്പോൾ തക്കാളിയൊക്കെ മിക്സ് ആയതിനു ശേഷം നമ്മൾ ചിക്കൻ്റെ പീസ് കഴുകി വൃത്തിയാക്കി വെച്ചത് ഇതിൽ കിട്ടും. ഇത് നോർമലി നമ്മളെല്ലാവരും വീട്ടിൽ ചെയ്യുന്ന നോർമൽ ചിക്കൻ കറിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈസി പീസി സിമ്പിൾ എന്നൊക്കെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. അത് കഴിഞ്ഞ് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ചു വെച്ച് വേവിക്കുക. വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുമല്ലോ. അപ്പോൾ അത് ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം ഒന്ന് മൂടി ഒന്ന് തുറന്ന് നോക്കി. ഞാൻ മൂടി തുറന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ ചിക്കൻ മസാല ഒന്ന് ഇങ്ങനെ വെതറി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ എല്ലാം നല്ല ഒരു വൈറ്റ് കളറായിട്ടിരിക്കണം. എന്തുകൊണ്ട് ഇത് റെഡ് കളറാവാത്തതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ എന്തായാലും ഒഴിവ് സമയം നമുക്ക് ആനന്ദകരമാക്കാം. ഇപ്പോൾ ഒരു ഐസ്ക്രീം ആവാം. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കാം. ഇതിപ്പോൾ എന്താണ് റെഡ് കളറിലേക്ക് വരാത്ത ഒരു വൈറ്റ് ഷെയ്ഡിലേക്ക് എടുക്കണേ എന്നുള്ളൊരു കൺഫ്യൂഷൻ കാരണം. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ അബദ്ധങ്ങളൊക്കെ എനിക്ക് കുക്കിങ്ങിൽ എപ്പോഴും പറ്റാറുണ്ട്. പക്ഷേ ഞാനത് മേക്കപ്പ് ചെയ്തെടുക്കാനും ശ്രമിക്കാറുണ്ട് കേട്ടോ. അങ്ങനെയാണല്ലോ നമ്മൾ പഠിക്കുക. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് ആണല്ലോ നമ്മൾ പെർഫെക്റ്റ് ആക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യം ഒന്ന് സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഗരം മസാലയുടെ പൊടി മുകളിലൊക്കെ വെതറി പിന്നെ അടച്ച് വെച്ചപ്പോൾ ആ കളറൊക്കെ ചേഞ്ചായി വന്നു. അപ്പോൾ അത് ചിക്കനിൽ പിടിക്കാനുള്ള സമയം വളരെ ഓപ്പണായിട്ട് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഓപ്പണായിട്ട് എനിക്ക് പറ്റുന്ന അബദ്ധങ്ങളോടും പറഞ്ഞു തരുന്നത്. പലർക്കും ഇങ്ങനെ അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട്, പക്ഷേ അതൊന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാറില്ല. പെർഫെക്റ്റ് പാർട്ട് മാത്രമാണ്, നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ, പെർഫെക്റ്റ് പാർട്ട് മാത്രമാണ് പുറത്ത് കാണിക്കുള്ളൂ. അപ്പോൾ എന്തായാലും കറി ഒരുവിധം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നല്ല ചോറുണ്ട്. അപ്പം കഴിക്കാൻ എനിക്കിങ്ങനെ ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാൽ ചൂട്ടോട് കൂടിയിട്ട് ചോറിനാനാണ് എൻ്റെ ഏറ്റവും ഇഷ്ടം. അപ്പോൾ ചോറെടുത്തു. പിന്നെ അടുത്ത വീഡിയോയിൽ